ഞങ്ങളെ സംബന്ധിച്ച് ഇതുമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഴിമതികൾ നടന്നു എന്നുള്ള പരാതി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആ അഭിപ്രായവുമില്ല. അതുകൊണ്ട് ബാക്കി മാധ്യമങ്ങൾ വരുന്നതിനോടൊന്നും ഞങ്ങൾക്ക് പ്രതികരിക്കാനോ സാധ്യമല്ല. അല്ല, ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ സംശയത്തിന് യാതൊരു സാധ്യതകളും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതുമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഴിമതികൾ നടന്നു എന്നുള്ള പരാതി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആ അഭിപ്രായവുമില്ല. അതുകൊണ്ട് ബാക്കി മാധ്യമങ്ങൾ വരുന്നതിനോടൊന്നും ഞങ്ങൾക്ക് പ്രതികരിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അച്ചടക്കത്തിനും അനുശാസനത്തിനും അതുപോലെ തന്നെ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നതിലും സുതാര്യത പുലർത്തുന്ന, സത്യസന്ധത പുലർത്തുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അക്കാര്യത്തിൽ വലിയ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ, പരിശോധിക്കാൻ സംഘടനാപരമായ സംവിധാനമുണ്ട്. ആ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പരാതികളിൽ നിന്ന് ലഭിച്ചാൽ ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഇതിനെ സംബന്ധിച്ച് താങ്കൾ ഉന്നയിച്ച കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സംശയാതീതമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, അതല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഇതുപോലെ പരാതികളുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ പോലെ CPM-നെ പോലെയല്ല. ഞങ്ങൾക്ക് പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്, അച്ചടക്ക സമിതിയുണ്ട്. അവർ പരിശോധിക്കും. എങ്ങനെ ഉണ്ടെങ്കിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു നൂതനമായ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടി ജനസംഘ കാലഘട്ടം മുതലേ ഈ സംവിധാനം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. അങ്ങനെ എന്തെങ്കിലും പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കും. കഴമ്പുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. ഇത് സ്വാഭാവികമാണ്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് ഞാൻ സൂചിപ്പിച്ചാലും ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓരോ ദിവസം കൂടുമ്പോൾ എത്ര ലക്ഷം, ആ ലക്ഷം, ഈ ലക്ഷം, ഇതിനോടൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് പരാതി ലഭിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ആ സമയത്താണ് ശ്രദ്ധിക്കുക. ഞങ്ങളെ ഈ സമയം വരെ ഞങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സമയം വരെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് അന്വേഷിക്കും. ഇല്ല, ശബ്ദരേഖയൊന്നും ഞാൻ കേട്ടില്ല. ഇനി മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് പരാതി അച്ചടക്ക സമിതിയുടെ മുമ്പിൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് വ്യക്തികൾക്ക് കൊടുക്കാൻ വിവിധ തലങ്ങളുണ്ടല്ലോ, സംഘടനാ സംവിധാനങ്ങൾ, അവർക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾ പരിശോധിക്കും. ഇത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല. ഒരു ശതമാനം പോലും ഞങ്ങൾ ഇതിനോട് സന്ധി ചെയ്യില്ല.